നടിയെ ആക്രമിച്ച കേസിൽ നടി മഞ്ജു വാര്യരെ വിചാരണ കോടതി ഇന്ന് വിസ്തരിക്കും. ദിലീപിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളിലെ ആധികാരികത ഉറപ്പുവരുത്താനാണ് മഞ്ജുവിനെ വീണ്ടും വിസ്തരിക്കുന്നത്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രീലക്ഷ്മി ചിറമല ചേരുന്നു. ശ്രീലക്ഷ്മി, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? അൻസില, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതി മഞ്ജു വാര്യരെ ഇന്ന് വീണ്ടും വിസ്തരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച വിസ്തരിക്കാനായി മഞ്ജുവിനോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഈ മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള സാക്ഷികളെ വിസ്തരിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചതിനെ തുടർന്ന് ഈ വിസ്താരം നീട്ടിവെക്കുകയായിരുന്നു. അതേസമയം ഈ ദിലീപിന്റെ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി പഴയ സാക്ഷികളെയെല്ലാം വിസ്തരിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിസ്താരത്തിൽ സുപ്രീം കോടതി ഇടപെടില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട സാങ്കേതിക തെളിവുകളുടെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള സാക്ഷികളെ വീണ്ടും ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നതെന്നാണ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും മഞ്ജു വാര്യരെ ചോദ്യം ചെയ്യാനായി വിചാരണ കോടതിയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അൻസില, വ്യക്തമാണ് ശ്രീലക്ഷ്മി. നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരെ ഇന്ന് വീണ്ടും വിസ്തരിക്കും. നടപടി ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്. ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത പരിശോധിക്കാൻ വേണ്ടിയാണ് മഞ്ജു വാര്യരെ ഇന്ന് വീണ്ടും വിസ്തരിക്കുന്നത്. ശ്രീലക്ഷ്മി ചിറമലയാണ് വിശദാംശങ്ങൾ നൽകിയത്.